സ്ഥലവും സന്ദർഭവും അറിഞ്ഞിട്ടും ഉചിതമായ വാക്കുകൾ ഉപയോഗിക്കാത്തവനാണ് ഊമ. താൻ ചെയ്ത സഹായത്തെക്കുറിച്ച് സ്വയം പറഞ്ഞു രസിക്കുന്നത് നീചം. താൻ ചെയ്ത സഹായത്തെക്കുറിച്ച് ഉടൻ മറക്കുന്നത് ഉത്തമം. സ്നേഹമില്ലാത്ത ഏതു മനുഷ്യൻ്റെ ശരീരവും ഒരു ശ്മശാനമാണ്. തനിക്ക് ശരിയാകാത്ത എല്ലാറ്റിനെയും വിഡ്ഢിത്തം എന്ന് പറയുന്നതാണ് ലോക സമ്പ്രദായം. മറ്റുള്ളവരുടെ കടമകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ചില പക്ഷികൾക്ക് സംസാരിക്കാൻ അറിയും, എന്നാൽ ഒരു പക്ഷിക്കും നുണ പറയാൻ അറിയില്ല. പൂർണ്ണ ജ്ഞാനമുണ്ടാകുമ്പോൾ മനുഷ്യൻ മൗനിയായിത്തീരുന്നു. വിഡ്ഢിയെ അന്യൻ നശിപ്പിക്കേണ്ടതില്ല, അവൻ സ്വയം നശിക്കുന്നു. എതിർപ്പില്ലെങ്കിൽ വിജയവും ഇല്ല. ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉത്തമനായ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാനാവില്ല. നമ്മെ തന്നെ നാം അവഗണിക്കാതിരിക്കുന്നത് നമ്മുടെ പ്രഥമ കർത്തവ്യമാണ്. പരിശുദ്ധി, ക്ഷമ, തുടർ പരിശ്രമം ഇവ മൂന്നും വിജയത്തിന് ആവശ്യമാണ്. ഇവയ്ക്കെല്ലാം മുകളിലാണ് സ്നേഹം. സ്നേഹത്തിലൂടെ ചെയ്യുന്ന ഓരോ കാര്യവും ആനന്ദം നൽകുന്നു. സ്നേഹത്തെ ഒരിക്കലും രഹസ്യമാക്കി വെക്കരുത്. ഓരോ തവണയും നല്ല നല്ല ചെയ്തികളിലൂടെ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. തെറ്റുകൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതിലും വലിയ അപമാനമില്ല. എൻ്റെ കുടുംബം സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്തെന്നാൽ എൻ്റെ ഭാര്യയുടെ ന്യായമായ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. കുറച്ചു മാത്രം സംസാരിക്കുന്നവരാണ് എൻ്റെ ദൃഷ്ടിയിൽ സമർത്ഥരായ മനുഷ്യർ. സാധാരണക്കാരനായ ജനങ്ങളെയാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുന്നതത്രേ. അതിനാലായിരിക്കണം അവരെ അധികമായി സൃഷ്ടിക്കുന്നത്.